വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് ദ 20th സെഞ്ച്വറി എന്നാണ് ഫ്രാൻസ് കാഫ്ക അറിയപ്പെടുന്നത്. ഈ മെറ്റമോർഫോസിസ് എന്ന പുസ്തകം വായിക്കുന്ന ഈ ഒരു പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഒരു വ്യക്തി, ഗ്രിഗോർ സാംസ എന്ന വ്യക്തി ഒരു ബീറ്റിലായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയാണ്. അയാൾ ഇരിക്കുമ്പോൾ ഒരു ബീറ്റിലായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ ഇപ്പൊ നമ്മൾക്ക് ഒരു ബീറ്റിലായി മാറിക്കഴിഞ്ഞു എന്നതിനേക്കാൾ അയാൾക്ക് പേടി അയാൾക്ക് ജോലിക്ക് പോകാൻ ലേറ്റ് ആവുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്ക് കുറേ മീനിങ്സ് ഡിറൈവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ ഒരു പുസ്തകത്തെ പറ്റി പറയാനുള്ളത്, ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ് ട്രാൻസ്ഫോമിങ് ടു എ ബീറ്റിൽ എന്നൊക്കെ തന്നെ പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരു കാര്യം പോലും വായനക്കാരനെ വിശ്വസിപ്പിക്കുന്ന ഒരു ശൈലി ഫ്രാൻസ് കാഫ്ക ഇതിൽ അവലംബിച്ചിട്ടുണ്ട്. പിന്നെ മെറ്റമോർഫോസിസ് എന്ന ഈ ഒരു പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ ഗ്രിഗോർ സാംസ എന്ന മെയിൻ കഥാപാത്രത്തിലൂടെ ഫ്രാൻസ് കാഫ്ക അദ്ദേഹത്തെ തന്നെയാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു നാർസിസിസ്റ്റ് ആയിരുന്നു ഫ്രാൻസ് കാഫ്കയുടെ. എന്നാൽ അതേപോലെയുള്ള ഒരു ഫാദറാണ് നമ്മുടെ ഗ്രിഗോർ സാംസയ്ക്കും ഉള്ളത്. അപ്പോൾ ഒരു എന്താ പറയുക, ഡയറക്റ്റ്ലി ഒരു ബയോഗ്രഫി അല്ലെങ്കിൽ പോലും ആ ഒരു ബയോഗ്രഫിക്കൽ ടച്ച് ഉള്ള ഒരു പുസ്തകമാണ് ഇത്, മെറ്റമോർഫോസിസ് എന്ന പുസ്തകം. താൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന അനിയത്തി ഗ്രെറ്റ് പോലും പിന്നീട് ബീറ്റിലായ തന്നെ തള്ളിപ്പറയുകയുണ്ടായി ഗ്രിഗോർ സാംസയെ. പിന്നെ ഇതിലെ മറ്റ് ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് വളരെ വിഷമം വരും. ഈ സാംസ എന്ന് പറയുന്നത് ഒരു ബീറ്റിലല്ലേ, അപ്പോൾ സ്റ്റിൽ ഈ സാംസയ്ക്ക് ഹ്യൂമൻ ഫീലിങ്സ് ഉണ്ട്. അപ്പം ഫുഡ് കൊണ്ടുവയ്ക്കുകയാണ് ഫ്രണ്ടിൽ, കുറേ ടൈപ്പ് ഓഫ് ഫുഡ്, ചില ഓരോ, അതായത് നമുക്ക് എന്താ പറയുക, നല്ല ഫുഡെന്നല്ല, ഒരു ബീറ്റിൽ ഇഷ്ടപ്പെടുന്ന പോലത്തെ ഫുഡാണ്, പഴകിയ വെജിറ്റബിൾസ് അങ്ങനെയുള്ള ഫുഡുകൾ, അങ്ങനെ ഓരോരോ ഫുഡുകൾ ഇങ്ങനെ ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കുകയാണ്. എന്നിട്ട് സാംസ മാത്രം ടേസ്റ്റ് ചെയ്യും. അപ്പോൾ സാംസയ്ക്ക് അത് എന്താ പറയുക, ചിലത് ഇഷ്ടപ്പെടും, അത് കഴിക്കും, ആ രീതിയിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രറ്റിക്ക്. അപ്പോൾ എന്നിട്ട് സാംസ തൊടാത്ത ഭക്ഷണം പോലും സ്വീപ്പ് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ എത്രത്തോളം ആണ് അത് ആ ഒരു ബീറ്റിലിനെ ഹേർട്ട് ചെയ്യുന്നത്, അതായത് ഒരു ആളുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. ഈ ഒരു ബുക്കിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ദ ഡേ വെൻ യു ബിക്കം യൂസ്ലെസ് ടു അതേഴ്സ്, അതായത് നമ്മുടെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി യൂസ്ഫുൾ ആവുന്നത് നിർത്തുന്ന ദിവസം നമ്മൾ അവർക്കൊരു ബേർഡനായിട്ട് മാറുമെന്നതാണ്. എന്ന് നമ്മൾ ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ അതായത് എന്ന് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ നിൽക്കുന്നുവോ അന്ന് തൊട്ട് നമ്മളൊരു ബേർഡനായിട്ട് മാറും. അതാണ് ബേസിക്കലി ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ കംപ്ലീറ്റ്ലി ഈ കോൺസെപ്റ്റിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ വേർ ദർ ഇസ് ലവ് ഇങ്ങനെ ഒരു സംഭവം നടക്കാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ ഫ്രാൻസ് കാഫ്ക എന്ന് പറയുന്ന ഒരു ഓത്തർ എന്ന് പറയുന്നത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ എന്താണ് ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് ദി 20th സെഞ്ച്വറി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച കൃതി തന്നെയായിരുന്നു ഇത് എന്ന് തന്നെ പറയണം. അങ്ങനെ ഈ ഒരു പുസ്തകം അവസാനിക്കുന്നത് കുറച്ച് ഒരു സാഡ് നോട്ടിലാണ്. എന്തായാലും ഈ ഒരു ബീറ്റിലിൻ്റെ ആ ഒരു ഓരോ മാനസികാവസ്ഥയിൽ കൂടിയും ഈ ഒരു പുസ്തകം കടന്നു പോകുന്നുണ്ട്. ഈ ബീറ്റിൽ എന്ന് റിപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ മനുഷ്യരെ തന്നെയാണ്. അതായത് ഒരു മനുഷ്യൻ അത്രയും നാൾ ആ കുടുംബത്തിന് വേണ്ടി വർക്ക് ചെയ്ത ഒരാളാണ് ഗ്രിഗോർ, ഇതിലെ മെയിൻ കഥാപാത്രം. ആ ഗ്രിഗോറിനെ കുടുംബം തള്ളിപ്പറയുന്നത് ഒരു ബീറ്റിലായതിനു ശേഷമാണ്. അതായത് ആ കുടുംബത്തിന് ഒരു യൂസ്ലെസ് ആവുന്ന ആ ഒരു ദിവസം മുതൽ ആ കുടുംബം അവനെ തള്ളിപ്പറയാൻ തുടങ്ങി. പിന്നെ ഒരു കടമ മൂലമാണ് അവനെ ആ വീട്ടിൽ താമസിപ്പിച്ചതും അവന് ഭക്ഷണം നൽകിയതും. ഒരുപാട് താൻ സ്നേഹിച്ച, താൻ ജീവിച്ചത് തന്നെ അവൾക്ക് വേണ്ടി എന്ന് പറയുന്ന അയാളുടെ സഹോദരിയായിട്ടുള്ള ഗ്രറ്റ് വരെ അയാളെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥ വളരെ വേദനാജനകമാണ്. പിന്നെ സ്വന്തം അച്ഛൻ പോലും ഒരു ബീറ്റിലിനെ ആപ്പിൾ എറിഞ്ഞ് ആപ്പിൾ പിന്നീട് ഒരുപാട് ഒരു ഇഞ്ചുറി ഉണ്ടാക്കി, അങ്ങനെയൊക്കെ ഈ ഒരു പുസ്തകത്തിൽ അയാളെ
ആയാലും മെൻ്റൽ പെയിൻ ആയാലും പറയുന്നുണ്ട്. ഈ ഒരു വ്യക്തിക്ക് ഇപ്പം അദ്ദേഹത്തെ ആ ഫിസിക്കൽ പെയിനെക്കാട്ടി കൂടുതൽ ഒരുപക്ഷെ ബാധിച്ചത് മെൻ്റലി അദ്ദേഹം ഈ മറ്റുള്ളവർ തന്നെ പറ്റിയുള്ള ആ ഒരു ടോക്സ് അതൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഫ്രാൻസ് കാഫ്കയുടെ അച്ഛനും അതിലെ ക്യാരക്ടറിനെ പോലെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു എന്താ പറയുക ഓട്ടോബയോഗ്രഫിക്കൽ ടച്ച് ഉള്ള ഒരു വർക്കായിട്ട് കണക്കാക്കുന്നത്. ഗ്രിഗോർ സാംസയിലൂടെ ഫ്രാൻസ് കാഫ്ക തന്നെയാണ് കണ്ടിരുന്നത്. അപ്പോൾ ഇത് ഒരു നല്ല പുസ്തകം തന്നെയാണ്. ഐ റേറ്റ് ഇറ്റ് 8 out of 10. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്ന് ഞാൻ 14-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ 14-ാം തീയതിയാണ് ഈ ഒരു പുസ്തകം വായിച്ചു തീർന്നത്. എന്തായാലും നൈസ് ബുക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു പുസ്തകത്തെ പറ്റി പറയാനുള്ളത്. സോ സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് മീ നന്മ സൈനിങ് ഓഫ്. ബൈ. അടുത്ത ദിവസം അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഞാൻ ഇനിയും കാഫ്കയുടെ ബുക്സൊക്കെ റീഡ് ചെയ്യും. സോ ബൈ.